I am Muslim. Thank you to my parents, Mama and Baba. I am a democratic socialist. എൻ്റെ പൊന്നു സുഹ്റാനെ, ഈ ഖുറാനൊന്നും പിടിച്ച് ഇങ്ങനത്തെ സത്യപ്രതിജ്ഞകളും ചെയ്യല്ലേ. ഇവിടെ ആകെ അൽക്കുലത്തായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊക്കെ കണ്ട് ചങ്ക് പൊട്ടി ചാവുന്ന എത്ര സംഖ്യകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയും. ഇത് കണ്ടിട്ട് അമേരിക്കക്കാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അമേരിക്കയിലെ തീവ്ര വലതുപക്ഷം ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈവൻ ട്രംപ് പോലെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി അല്ലേ. ട്രംപിനെ കയ്യിലെടുത്ത് പോക്കറ്റിലിട്ട് മമതാനെ നമ്മൾ കണ്ടിട്ട്. പക്ഷേ ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ നമ്മുടെ നാട്ടിലെ സംഘികൾ അമേരിക്കയിലെ മറ്റ് മുസ്ലിം രാജ്യമാക്കി മാറ്റുമ്പോൾ അവിടുത്തെ മറ്റ് ജനങ്ങൾ, മറ്റ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്ന സംഘികളുടെ നാടാണ് നമ്മുടെ നാട് കേരളം. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ചാണക സംഖ്യകൾക്കാണ് സുഹ്റാൻ മംദാനി ദൈവത്തിന്റെ നാമത്തിലാട്ടോ, അള്ളാഹുവിന്റെ നാമത്തിലല്ല സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് കൈവച്ചത് 2 ഖുറാനിലായിരുന്നു. നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരുന്നു? നമ്മുടെ നാട്ടിൽ അയ്യപ്പന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ, അള്ളാഹുവിന് വേണ്ടി സത്യപ്രതിജ്ഞ, ഗുരുവായൂരപ്പന്റെ പേരിൽ സത്യപ്രതിജ്ഞ, ആറ്റുകാൽ അമ്മയുടെ പേരിൽ സത്യപ്രതിജ്ഞ, അതല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ പേരിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു അല്ലേ. തിരുവനന്തപുരത്തല്ല, കേരളത്തിന്റെ പല ഭാഗത്തുണ്ട്. ഒക്കെ നമ്മൾ കണ്ടു. പോട്ടെ, സുഹ്റാൻ മംദാനിയുടെ കേസിൽ അല്ലേ, മുസ്ലിം, അതെ, ഐ എം എ മുസ്ലിം, ഐ എം എ ഡെമോക്രാറ്റിക്, ഐ എം എ സോഷ്യലിസ്റ്റ്, ഐ എം എ നാഷണലിസ്റ്റ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ. എന്തിൻ്റെ പേരിലാണോ എന്നെ നിങ്ങൾ ജയിപ്പിച്ചിട്ട് ഇവിടെ ന്യൂയോർക്കിൻ്റെ ആദ്യ മുസ്ലിം മേയറാക്കി അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലോട്ട് എന്നെ നിങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് അത് മതം നോക്കാണ്ട് ഞാൻ ചെയ്തിരിക്കും എന്നാണ് സുഹ്റാൻ മംദാനി പറഞ്ഞത്. ജനുവരി 1, 2026 അമേരിക്കയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ന്യൂയോർക്കിൻ്റെ മുസ്ലിം മേയർ ആദ്യമായിട്ട് ഖുറാൻ തൊട്ട്, അമേരിക്കയിൽ ഇതിന് മുമ്പ് 1-2 പേര് ഖുറാൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പക്ഷേ ന്യൂയോർക്കിൽ ആദ്യമായിട്ട് ഖുറാൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള മേയർ ഇത് കണ്ട് കണ്ണു തള്ളിയിരിക്കുന്ന ഇന്ത്യയിലെ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള സംഘികൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗത്തുള്ള സംഘികൾ. പിന്നെ പൊതുവേ സംഘികൾ വാർത്ത ഇങ്ങനത്തെ കാര്യങ്ങളും കാണാത്തത് കൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് ഒന്നും അറിയില്ല. എങ്കിലും സുഹ്റാൻ മംദാനി മുസ്ലിം മേയർ ഖുറാൻ തൊട്ടിട്ടാണ് എന്ന് കണ്ടപ്പം വെകിളി കൊണ്ടിട്ടുള്ള ഒരു കൂട്ടം സംഘികളെ നമ്മൾ കണ്ടു. അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. സുഹ്റാൻ മംദാനി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് 2 ഖുറാനിൽ കൈ തൊട്ടിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ഒരു വലിയ ഖുറാനും ഒരു ചെറിയ കുഞ്ഞു ഖുറാനും. അപ്പോൾ ഈ 2 ഖുറാൻ എന്താ എന്ന് പലരും ചിന്തിച്ചില്ലേ. ഒരു ഖുറാനിൽ തൊട്ടാൽ പോരെ, അത് ഏതെങ്കിലും ഒരു ഖുറാൻ ആയിക്കോട്ടെ. പക്ഷെ അതല്ല, താൻ തൊട്ട ആദ്യ വലിയ ഖുർആൻ അതെന്താന്ന് പറയാം. തൻ്റെ മുത്തശ്ശൻ്റെ ഖുർആനായിരുന്നു, തൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഉപ്പയുടെ ഖുർആനായിരുന്നു. ഒരുപാട് ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് ഫാമിലി കഥകൾ പറയാനുണ്ട്, കുടുംബ പാരമ്പര്യം പറയാനുള്ള ഖുർആനായിരുന്നു. തൻ്റെ മുത്തശ്ശൻ ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ സ്വന്തമാക്കിയിട്ടുള്ള ഒരു ഖുർആൻ. ആ ഖുർആൻ ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലോട്ട് പോകുന്നു, അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ ഭൂഖണ്ഡത്തിലോട്ട് പോകുന്നു. ഇപ്പം അത് സുഹ്റാൻ മംദാനിയുടെ കൈകളിലാണ് ആ ഒരു ഖുർആനുള്ളത്. അപ്പം ഭൂഖണ്ഡങ്ങൾ എന്താ പറയുക, യാത്ര ചെയ്തിട്ടുള്ള ഖുർആൻ, തൻ്റെ കുടുംബത്തിൻ്റെ ഒരുപാട് കഥകൾ പാരമ്പര്യം പറയാനുള്ള ഖുർആൻ, തൻ്റെ മുത്തശ്ശൻ തൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് എന്നുള്ള തോന്നൽ വരുത്തുന്നതിനുള്ള ഖുർആൻ, തൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുള്ള എന്താണ് രാജ്യം, എന്താണ് ലോകം, എന്താണ് ലോകത്തെ മനുഷ്യർ, എന്താണ് മുസ്ലിം, എന്താണ് ഹിന്ദു, എന്താണ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു തന്നിട്ടുള്ള തൻ്റെ മുത്തശ്ശൻ്റെ കൂടെ കൊണ്ട് നടന്നിട്ടുള്ള ഖുർആനായിരുന്നു ആദ്യം സുഹ്റാൻ മംദാനി കൈ തൊട്ട് സംസാരിച്ചിട്ടുള്ള ഖുർആൻ. 2ാമത്തെ ഖുർആനായിരുന്നു വർഷങ്ങൾ പഴക്കമുള്ള അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കുഞ്ഞു ഖുർആൻ. ഒരു പണ്ടത്തെ സിറിയയിൽ ഉണ്ടാക്കി നിർമ്മിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, ഒട്ടോണോമൻ കാലഘട്ടത്തിൽ ഉണ്ടാക്കി എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു ഖുർആൻ. ആ ഖുർആൻ തന്നിലോട്ട് എത്തിയിട്ടുള്ളത് അർത്തുറോ ഷോംബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള 200 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. അവിടുത്തെ ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ച, ഒരുപാട് യാതനകളൊക്കെ അനുഭവിച്ച, ഒരുപാട് സമരം ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഷോംബർഗിൻ്റെ കയ്യിലെ ശേഖരത്തിൽ ഉണ്ടായിരുന്ന ഒരു ഖുർആനാണ്. ഈ ഖുർആൻ ഏകദേശം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരു കുഞ്ഞു ഖുർആനാണ്. അത് ഏതു നേരവും സുഹ്റാൻ മംദാനി തൻ്റെ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്ന ഒരു ഖുർആനാണെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിൽ വെളുത്തവരും കറുത്തവരും, അതല്ലെങ്കിൽ അർത്തുറോ ഒരു മുസ്ലിം പോലും അല്ലായിരുന്നു, എന്നിട്ട് പോലും ആ ആഫ്രിക്കയിലോട്ട് ഖുർആൻ്റെ ഒരു മതത്തിൻ്റെ ഒരു കടന്നുകയറ്റം എത്രത്തോളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇസ്ലാം സ്വാധീനം ഈ പറഞ്ഞ ആഫ്രിക്കയിൽ എത്രത്തോളം വന്നു. അതുകൊണ്ട് ഈ അടിമത്തത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ചേഞ്ചുകൾ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം കടന്നു വന്നതോടുകൂടിയാണ് അടിമത്തത്തിൻ്റെ ഒരു കുറേ ഭാഗങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇല്ലാണ്ടായി. നമ്മുടെ ആരിഫ് പറഞ്ഞ അടിമത്തല്ല കേട്ടോ, ആരിഫ് ഇവിടെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ കഥകളൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കഥകൾ, ആ കഥകളുടെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം അല്ലെങ്കിൽ അർത്തുറോ കൊണ്ട് നടന്നിട്ട് ഷോംബർഗിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഖുർആൻ പല വഴികളിലൂടെ തന്നിലോട്ട് എത്തുകയുണ്ടായിരുന്ന, സുഹ്റാൻ്റെ കയ്യിലോട്ട് എത്തുകയുണ്ടായിരുന്നത്. എൻ്റെ കൂടെ എപ്പോഴും കൊണ്ട് നടക്കുന്ന മറ്റൊരു ഖുർആൻ അതായിരുന്നു. ഈ രണ്ട് ഖുർആനിൽ ഒന്ന്
തൻ്റെ ജീവിതവും തൻ്റെ പാരമ്പര്യവും തൻ്റെ ലൈഫും താൻ ജീവിച്ച സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു വന്നൊരു ഖുർആൻ, അതല്ലെങ്കിൽ മറ്റൊരു ഖുർആൻ, രണ്ട് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ അടുപ്പിച്ചിട്ടുള്ള ഖുർആൻ, അല്ലെങ്കിൽ രണ്ട് വെളുത്തവരെയും കറുത്തവർക്കും വേണ്ടി വാദിച്ചിട്ട് ഒരുപാട് ആദർശങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് അംഗീകാരങ്ങളും കിട്ടിയിട്ടുള്ള ഒരാൾക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഖുർആൻ. ഈ രണ്ട് ഖുർആൻ കയ്യിൽ വെച്ചിട്ടായിരുന്നു സൊഹ്റാൻ മംദാനിയുടെ ഇന്നലത്തെ സത്യപ്രതിജ്ഞ. പക്ഷേ എടുത്തു പറയേണ്ടതിൽ അതിൽ എവിടെയും സൊഹ്റാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് അല്ല, ദൈവത്തിൻ്റെ നാമത്തിൽ നിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഇനി അത് കഴിഞ്ഞ് സൊഹ്റാൻ കുറേ കാര്യങ്ങൾ ഈ ഒരു സത്യപ്രതിജ്ഞയുടെ ഭാഗമായിട്ട് പറഞ്ഞു. നമ്മൾ അതിൻ്റെ കുറച്ച് ഷോർട്ട് വേർഷൻസ് നമുക്ക് സംസാരിക്കാം. തൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രസംഗത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും തൊഴിലാളി വർഗത്തിന് മുൻഗണന നൽകിയിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ് സൊഹ്റാൻ മംദാനി അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് പ്രധാന വാഗ്ദാനങ്ങളും സൊഹ്റാൻ മംദാനിയുടെ ലക്ഷ്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഇടപെടൽ, നഗരസഭ കേവലം നികുതി പിരിവിൽ മാത്രം ഒതുങ്ങാതെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി സജീവമായി ഇടപെടും എന്നാണ് സൊഹ്റാന്റെ ആദ്യത്തെ പ്രഖ്യാപനം. അത് കഴിഞ്ഞ് സാമൂഹ്യ ക്ഷേമ പദ്ധതികളെ പറ്റി സൊഹ്റാൻ സംസാരിച്ചു. സൗജന്യ ശിശു പരിചരണം, യൂണിവേഴ്സൽ ചൈൽഡ് കെയറിനെ പറ്റി സംസാരിച്ചു. അതിസമ്പന്നരിൽ നിന്ന് നികുതി ഈടാക്കി നഗരത്തിലെ എല്ലാ കുട്ടികൾക്കും സൗജന്യ ശിശു പരിചരണം ഉറപ്പാക്കും എന്നുള്ള ശക്തമായിട്ടുള്ള മറ്റൊരു വാദവും പറഞ്ഞു. ഇവിടെ പണക്കാർക്കും മറ്റ് ഹൈ ടാക്സ് പേയേഴ്സിനും ഒരു പേടി, അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോൾ ഈ 10% ജൂതന്മാരുള്ള ഒരു സ്ഥലമാണ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ. ന്യൂയോർക്കിലെ ഈ 10% ജൂതന്മാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ അതിസമ്പന്നരാണ്. അപ്പോൾ അതിസമ്പന്നരുടെ കയ്യിൽ നിന്നും കൂടുതൽ നികുതി വാങ്ങിച്ചിട്ട് പാവപ്പെട്ട സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കും എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു കാര്യം സൊഹ്റാൻ മംദാനി പറഞ്ഞു. പിന്നെ ഭവന സുരക്ഷ, സൊഹ്റാന്റെ ക്യാമ്പയിനിങ്ങിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ കൂടിക്കൂടി വരുന്ന റെന്റിനെ കുറിച്ചും കൂടിക്കൂടി വരുന്ന അവിടുത്തെ ജനജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും. അപ്പോൾ ഭവന സുരക്ഷ, വാടക വർധനവ് മൂലം ആരും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ല എന്നായിരുന്നു. അതുപോലെ വാടക നിരക്കുകൾ മരവിപ്പിക്കും, ഉയർന്നു വരുന്ന നിരക്കുകൾ ഫ്രീസ് റെന്റ് എന്നാണ് സൊഹ്റാൻ മംദാനി വാഗ്ദാനം ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം. പിന്നെ ന്യൂയോർക്ക് സിറ്റിയിലെ ഗതാഗതം, സിറ്റി ബസ് യാത്രക്കാർ കൂടുതൽ വേഗതയുള്ളതാക്കാനും അവ പൂർണ്ണമായും സൗജന്യമാക്കുവാനും ഭരണകൂടം ശ്രമിക്കും എന്നാണ് സൊഹ്റാൻ മംദാനി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം. പിന്നെ പൊതുസുരക്ഷ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കും. ഇത് പോലീസിന് അവരുടെ മറ്റ് ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരം നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും എന്നാണ് സൊഹ്റാൻ മംദാനി പറഞ്ഞിട്ടുള്ളത്. പിന്നെ സൊഹ്റാന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ പറ്റിയും അദ്ദേഹം സംസാരിച്ചു. താനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണ്, അങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഭരണം തുടരും. അതായത് ഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യം കൊണ്ടുവരും. അവിടെ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ളൊരു പ്രശ്നങ്ങൾ വരുന്നില്ല. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്, സോഷ്യലിസ്റ്റാണ്, സോഷ്യലിസം കൊണ്ടുവരും. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഈ ചൈനയുടെ സോഷ്യലിസം അല്ലെങ്കിൽ റഷ്യയുടെ സോഷ്യലിസം കൊണ്ടുവരും എന്നല്ല സൊഹ്റാൻ മംദാനി പറഞ്ഞത്. എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും കൊണ്ടുവരും. അവിടെ പാവപ്പെട്ടവനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ അല്ല, എല്ലാവർക്കും എല്ലാം തുല്യമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് സാമൂഹ്യ പരിസ്ഥിതി, എൻവിറോൺമെൻറ്റൽ സിസ്റ്റം തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണക്കാർക്ക് വേണ്ടി മാത്രമെല്ലാം എഴുതി കൊടുക്കുന്ന ഒരു പ്രത്യേക ഭരണകൂടമാണ് നമ്മുടെ. അതല്ല, എല്ലാവർക്കും സമത്വം വേണം, സാഹോദര്യം വേണം, സമാധാനം വേണം. അതിൽ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ഒന്നുമില്ല. ഈ രീതിയിലായിരിക്കും തൻ്റെ ഭരണം മുന്നോട്ട് കാഴ്ചവെക്കാൻ പോകുന്നത് എന്നാണ് സൊഹ്റാൻ മംദാനി പറഞ്ഞത്. പിന്നെ മറ്റു ചില കാര്യങ്ങളെപ്പറ്റി, വ്യക്തിപരമായ ഓർമ്മകളെപ്പറ്റി സൊഹ്റാൻ മംദാനി ഇന്നലെ സംസാരിച്ചു. ന്യൂയോർക്കിൽ വളർന്നു വരുന്ന തൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ബ്രോക്ക് സയൻസ് സ്കൂളിലെ പഠനകാലവും കുടിയേറ്റക്കാരനായ തൻ്റെ അച്ഛനോടൊപ്പം ഫെഡറൽ പ്ലാസയിൽ ചെലവഴിച്ച നിമിഷങ്ങളെക്കുറിച്ചും സൊഹ്റാൻ മംദാനി ഓർത്തെടുത്ത് സംസാരിച്ചു. ന്യൂയോർക്ക് നഗരം സമ്പന്നരുടേത് മാത്രമല്ല, മറിച്ച് അധ്വാനിക്കുന്ന ഓരോരുത്തരുടെയും സ്ഥലമാണ് ന്യൂയോർക്ക് എന്ന് അദ്ദേഹം പ്രസംഗത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു സൊഹ്റാൻ മംദാനി ഇന്നലെ സംസാരിച്ചതിൻ്റെ ഒരു ഷോർട്ട് ഫോം. അതെ, ആദ്യത്തെ മുസ്ലിം, ഖുർആൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മേയർ, ട്രംപിൻ്റെ വരെ ഉറക്കം കെടുത്തിയിട്ടുള്ള മേയർ, ട്രംപിനേക്കാൾ കൂടുതൽ അവിടുത്തെ തീവ്ര വലതുപക്ഷത്തേക്കാൾ കൂടുതൽ ഇന്ത്യയിലെ സംഘികളുടെ ഉറക്കം കെടുത്തിയിട്ടുള്ള, സംഘികളുടെ
എന്താ പറയുക, ഒരു അജന്മ ശത്രുവായിട്ടുള്ള സുഹ്റാൻ മംദാനി ഇന്നലത്തോടു കൂടി അമേരിക്കയുടെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായിട്ട് അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കാണാം ഏതൊക്കെ രീതിയിലായിരിക്കും സുഹ്റാൻ്റെ അവിടുത്തെ ഭരണ പരിഷ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളറിയാം. അവിടെ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നും സുഹ്റാനില്ല. പക്ഷേ താനൊരു ഉറച്ച മുസ്ലിം വിശ്വാസിയാണെന്നും ഇസ്ലാമോഫോബിയക്കെതിരെ സംസാരിക്കുമെന്നും നരേന്ദ്രമോദിക്കെതിരെ ഒന്നിൽ കൂടുതൽ തവണ സ്റ്റേജുകളിൽ പൊതു ഇടങ്ങളിൽ നരേന്ദ്രമോദി മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരാളാണെന്നും ഗുജറാത്ത് കലാപത്തിനെക്കുറിച്ചും അതിനുശേഷം BJPയും നരേന്ദ്രമോദിയും ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ എന്നും പറഞ്ഞൊരു കാര്യം ഉണ്ടാക്കി ഇന്ത്യയിലെ ജനങ്ങളെ പരസ്പരം അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും നരേന്ദ്രമോദിയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചക്ക് താൻ തയ്യാറല്ല, അല്ലെങ്കിൽ തനിക്ക് അതിന് താൻ ഒരു സമയം കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ശക്തമായിട്ട് വാദിച്ചിട്ടുള്ള സുഹ്റാൻ മംദാനി ഇതാ അമേരിക്കയുടെ ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് വന്നിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാണാം. ഇത് കണ്ട് ഗുരു പൊട്ടുന്ന സംഘികളുടെ വീഡിയോസും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കാം.